2019 ശബരിമല സ്ത്രീ പ്രവേശന പ്രശ്നം വളരെ ഗുരുതരമായി നിന്നപ്പോഴാണ് തെരഞ്ഞെടുപ്പാണ്. അന്ന് പ്രചണ്ഡ പ്രചാരണമായിട്ട് മുന്നിലുണ്ടായിരുന്നത് BJP കൂടെയാണ്. പക്ഷെ അവർക്കതിൽ യാതൊരു നേട്ടവും കൊയ്യാൻ കഴിഞ്ഞില്ല. ജനങ്ങളുടെ പ്രതിഷേധം മുഴുവനും ചെന്ന് വീണത് കോൺഗ്രസിൻ്റെ പെട്ടിയിലാണ്. ഇത്തവണ അതല്ല സംഭവിച്ചത്. പൊതുവിൽ തന്നെ ഞാൻ വോട്ടുകളുടെ കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ BJP ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. കാരണം ചില മണ്ഡലങ്ങളിൽ 35%, ഇപ്പോൾ തിരുവനന്തപുരം, തൃശ്ശൂർ, ഇവിടെയൊക്കെ 35% വരെ വോട്ടുകൾ BJP നേടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പൊതുവിൽ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 2019 BJPക്ക് നേടാൻ കഴിഞ്ഞ ഏകദേശം 16.5% വോട്ടാണ്. ഇക്കുറി NDAക്ക് ഇക്കുറി അവർ NDA എന്നുള്ള നിലയ്ക്ക് അവർ 19% വോട്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BJPയുടെ സ്വന്തമായിട്ടുള്ള വോട്ട് ഷെയർ, കാരണം LDFിലുള്ള ഒരു കക്ഷിയെപ്പറ്റി നമുക്കിത് പറയാൻ പറ്റില്ല. ഇപ്പോൾ കോൺഗ്രസിന് വോട്ട് ഇത്ര കിട്ടിയെന്ന് പറയുന്നത് അർത്ഥമില്ലാത്തൊരു വാചകമാണ്. കാരണം കേരളത്തിൽ കോൺഗ്രസിന് മാത്രമായിട്ടോ ഒരു വോട്ടില്ല. കാരണം കോൺഗ്രസിൻ്റെ വോട്ട് മുസ്ലിം ലീഗിൻ്റെ വോട്ടാണ്, കേരള കോൺഗ്രസിൻ്റെ വോട്ടാണ്, എല്ലാം ചേർന്ന ഒന്നാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പരിധിവരെ ശരിയാണ്. പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെ വീഴുന്ന ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ CPMന് വോട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൽ വലിയൊരു പങ്ക് CPMൻ്റെ തന്നെ വോട്ടാണ്. കാരണം CPMൻ്റെ സ്വാധീനം അത്ര വലുതാണ്. അപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം അത് പറയാം. അതേപോലെ തന്നെയാണ് BJPയെ സംബന്ധിച്ചു. BJPയുടെ സഖ്യകക്ഷികൾ മേശപ്പുറത്തേക്ക് ഒന്നും കൊണ്ടുവരുന്നില്ല. ഇപ്പോൾ VDJS പോലുള്ള കക്ഷി ചിലപ്പോൾ കൊണ്ടുവന്നിരിക്കാവുന്നത് കേരളത്തിൽ ആകെ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളിൽ ചിലപ്പോൾ 1%, 1.5% ഒക്കെ ആയിരിക്കാം. അങ്ങനെയെങ്കിൽ ബാക്കി മുഴുവൻ BJPയുടെ തന്നെയാണ്. കൂടിപ്പോയാൽ മറ്റെല്ലാവരും ചേർന്ന് 3% ആയിരിക്കാം. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് BJPയുടെ സ്വന്തം ഷെയർ കേരളത്തിൽ 17%. ഇത് ഇടതുപക്ഷം അതുപോലെ കോൺഗ്രസ് കാണേണ്ട കാര്യമാണ്. അല്ലാതെ അക്കൗണ്ട് തുറന്നു എന്ന ഒറ്റ വാചകത്തിൽ ഹതാശരാവലോ, അക്കൗണ്ട് തുറന്നു എന്ന ഒറ്റ വാചകം കേട്ടുകൊണ്ട് അതിൽ ആഹ്ലാദം കൊള്ളലോ രണ്ടു കൂട്ടർക്കും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ മുന്നിൽ അവരുടെ കണ്ണിൽ നിന്ന് നോക്കിയാൽ അവരുടെ മുന്നിൽ ഇനിയുമുണ്ട് 2 വർഷം. തുടങ്ങി വെച്ച പദ്ധതികൾ തീർക്കാനുണ്ട്. തീർച്ചയായിട്ടും ഭരണബാഹ്യമായ അല്ലെങ്കിൽ ഭരണത്തിൻ്റെ അതിരുകളിൽ നിൽക്കുന്ന നിരവധി പ്രശ്നങ്ങളുടെ പേരിൽ ഒരുപാട് ചീത്തപ്പേര് കേട്ടിട്ടുള്ള ഗവൺമെൻറ്റാണ്. പക്ഷെ അപ്പോൾ പോലും ചില കാര്യങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം, പശ്ചാത്തല സൗകര്യ വികസനം തുടങ്ങിയ നിരവധി മേഖലകളിൽ പ്രത്യേകിച്ചും 1ാം പിണറായി വിജയൻ സർക്കാർ കേരളത്തിൻ്റെ വികസനത്തിന് നൽകിയ സംഭാവന ഒട്ടും ചെറുതല്ല. പക്ഷേ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി, അതിൻ്റെ ഒരു തുടർച്ച ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് ഞാൻ പറയുക. ആ തുടർച്ച ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ കൃത്യമായ അജണ്ട വെച്ചുകൊണ്ട് ഇത്ര കാര്യങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ, ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. തുല്യമായ സാധ്യത തീർച്ചയായിട്ടും കോൺഗ്രസിനുണ്ട്. അപ്പോൾ ഈ സാധ്യതകളുടെ നടുവിലേക്കാണ് വീണ്ടും BJP വരിക. എല്ലാ തരത്തിലുള്ള സന്നാഹങ്ങളുടെയും പിന്തുണയുള്ള ഒരു BJP അല്ല ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുന്നത്. സങ്കീർണതകളും സന്നിഗ്ധതകളും ഏറെ ദേശീയ തലത്തിൽ നേരിടുന്നൊരു BJP ആണ്.